നമ്മൾ ഈ അജ്ഞാന സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? തന്നെ അറിയാതിരുന്ന് ആ മൂഢതയിൽ കിളുത്ത ഒരു സംസ്കാരത്തിലിരുന്ന് പ്രവർത്തിക്കുന്നതാണ് അജ്ഞാന സംസ്കാരം. അതിൽ വീട് സത്യം, ബന്ധുക്കൾ സത്യം, നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യം തന്നെ, എല്ലാം സത്യം തന്നെ. ഇത് വ്യാവഹാരിക സത്യത്തിൽ പെടുക തന്നെ. ഇവർ പറയുന്നത് എന്താണ്? സനാതന സംസ്കാരം പഴകണം. സനാതന സംസ്കാരം ഉണ്ടായിരുന്നു അന്ന് പ്രാചീന കാലങ്ങളിൽ. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സിന്ധു നദി തീരത്തൊക്കെ ഇരുന്നു എന്തെങ്കിലുമൊക്കെ വച്ചുണ്ടാക്കി കഴിച്ച് കുളിച്ച് അവിടെ തന്നെ ഒരു ചെറിയ ഷെഡ് കെട്ടി കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അല്ലേ? ഇതാണ് സനാതന സംസ്കാരം പഴകിയിരുന്ന ഒരു വിധമാണ് നമുക്ക് കാണിച്ചു തന്നത്. അതിൽ അവിടെ പഴകിയ സിന്ധു നദീ തീരത്ത് പഴകിയവരെ നമ്മൾ സിന്ധുക്കളെന്നും പിന്നീട് ഹിന്ദുക്കളെന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, മനസ്സിലായി? അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ സംസ്കാരം നമ്മളിൽ നിന്ന് കാലഹരണപ്പെട്ടിട്ട് ഒരുപാട് കാലങ്ങളായി. ഇതിനെ തിരിച്ചു പിടിക്കണം. ഈ സനാതന സംസ്കാരത്തെ തിരിച്ചു പിടിക്കണം. എന്തെങ്കിലും നമ്മൾ സാധിക്കാനുണ്ടോ? ഈ ലോകത്ത് എന്തെങ്കിലും സാധിക്കാനുണ്ടോ? ഭക്തരുടെ അഭിപ്രായത്തിൽ നമ്മളെല്ലാം ബ്രഹ്മസ്വരൂപമായിട്ടിരിക്കുന്നു, ആത്മസ്വരൂപങ്ങളായിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ എന്ന് നമ്മൾ പറയുന്നതിന് അവർ പറയുന്ന അജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സനാതന സംസ്കാര ചുതി കൊണ്ട് എന്ന് അവർ പറയുന്നു. അങ്ങനെയാണ് ഈ സനാതന സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ഈ വേദം എന്ന് പറയുന്നത് ഈ സനാതന സംസ്കാരത്തെ വീണ്ടും കൊണ്ടുവന്ന് നമ്മിൽ ഊട്ടി ഉറപ്പിച്ച് പിന്നെ അജ്ഞാന സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് ഞായറാഴ്ചകളിലൊക്കെ നിങ്ങൾ ഇവിടെ വരികയും സ്വാമി പറഞ്ഞ് ഇവിടെ വന്ന് സ്വാമി അതുവരെ സ്വാമിയാണ് വായിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇത് വായിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഇതിനകത്ത് വെച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇത് നിങ്ങൾ ഞാൻ സമാധിക്ക് ശേഷവും നിങ്ങളിങ്ങനെ വരികയും ഒരു ദിവസം വീട്ടുകാര്യവും നാട്ടുകാര്യവും എല്ലാം മറന്ന് ഈ പറയുന്ന ഇതിനാണ് സനാതന സംസ്കാരം, ഇത് പഴകണമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതിനെ ഉപേക്ഷിച്ചിട്ട്? നമ്മുടെ അജ്ഞാനത്തെക്കുറിച്ച് ആ സംസ്കാരത്തെ ഉപേക്ഷിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതിനെയാണ് ഒരു സംസ്കാരം പഴകലിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരം നമുക്ക് കൈമോശം വന്നുപോയി. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഇതെല്ലാം വിദേശീയരുടെ തള്ളിക്കയറ്റത്തിൽ നമ്മൾ പലതും അവരെ കണ്ട് പഠിച്ചു. ഇപ്പൊ പൂച്ചയെ വളർത്തലും പട്ടിയെ വളർത്തലും എല്ലാം നമ്മൾ അവരെ കണ്ട് പഠിച്ചു. എയർ കണ്ടീഷൻ റൂമാണ് പൂച്ചയ്ക്ക്, അറിയാമല്ലേ? കുറ്റം പറയാൻ ഒക്കില്ല, കാരണം അവരെ കണ്ട് പഠിച്ചെങ്കിൽ അത് വാസ്തവം തന്നെയാണ്. പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല. നമുക്ക് അതല്ല സംസ്കാരം. നമ്മൾ ഈ ജീവനെ എങ്ങനെയെങ്കിലും ഉദ്ധരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവനെ ഉദ്ധരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ഈ മനസ്സിനെ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ഈ പറയുന്ന അജ്ഞാനത്തെ വിജ്ഞാനത്തിൽ മാറ്റണം. അതുകൊണ്ടാണ് ശ്രുതിസമ്മതമായ സത്യ അറിവുകളെ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ നിറച്ചിരുന്ന് പഴകുന്ന ഒരു നിലയാണ് സനാതന സംസ്കാരമായിട്ട് പറയുന്നത്. അങ്ങനെ ഇരുന്ന ആ സനാതന സംസ്കാരത്തിലൂടെ ഈ പറയുന്ന മൂഢ സംസ്കാരം മാറിയാൽ താൻ ആത്മാവായിട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോഴാ ഉണരാൻ സാധിക്കും. അതുവരെ ഉണർന്നില്ലെന്നേ ഉള്ളൂ. ഉണർന്നില്ല എന്ന് വിചാരിച്ച് മറ്റെന്തെങ്കിലും ആയിട്ടാണോ ഇരുന്നത്? അല്ല, നമ്മൾ ഇതായിട്ടാണ് ഇരുന്നത്. ഇതിനെയാണ് മഹത്തുക്കൾ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നു, പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ദൃക്ദൃശ്യ വിവേകമാണ് പറഞ്ഞു തരുന്നത്. ദൃക്ക് ദൃശ്യം രണ്ട് കാര്യങ്ങളാണ്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, താരയില്ലായിരുന്നു, 2 ക്ലാസ്സിലില്ലായിരുന്നു അല്ലേ? അതിൽ പറഞ്ഞ ഇതാണ്, നമുക്ക് അജ്ഞാനി, അഭ്യാസി, ആരൂഢൻ എന്നുള്ള 3 ആളുകളാണ് ഉള്ളത്. അജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ വാസ്തവത്തിൽ എല്ലാം കൂടി ചേർന്ന് തപ്തായ പിണ്ഡം പോലെ ഇരിക്കുന്ന നിലയാണ്. അതിൽ അഭ്യാസി എന്ന് പറഞ്ഞാൽ ഈ തപ്തായ പിണ്ഡത്തിൽ നിന്ന് ചൈതന്യത്തിനെയും ജഡത്തെയും പിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾ. ആരൂഢൻ എന്ന് വെച്ചാൽ അത് പിരിഞ്ഞു കേവലം ചൈതന്യമായിട്ടിരിക്കാനായിട്ട് കഴിഞ്ഞവർ. ഇതിന് 3 രൂപത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഇതിൽ ഏതോ ഒരു രൂപത്തിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന ഇതാണ് ഈ ഒരു സംസ്കാരത്തിലൂടെ. പക്ഷെ ഈ സംസ്കാരം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളടുത്ത് പറഞ്ഞതാണ് പറയുന്നത്.
ഗേറ്റിന് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉപേക്ഷിക്കണം. ഇപ്പം ചിന്തിക്കാനേ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സ്വാമി തിരക്കാറുണ്ട്, ഇവർക്ക് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ ഒന്ന് തിരക്കി പറയാൻ സ്പൈകളുണ്ടായിരുന്നു ഇവിടെ, ഒരുപാടുണ്ടായിരുന്നു. അല്ല, അത് കുറ്റമല്ല. സ്വാമിക്ക് വിശ്വാസമുള്ള ചിലരോട് സ്വാമി പറയും, ഇവർക്ക് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊന്ന് കേട്ട് പറയൂ ഗോപാലൻ. അങ്ങനെ ഞങ്ങളൊരു 4 പേര് കൂടി എന്നാൽ ഗോപാലൻ പതുക്കെ അതിൻ്റെ അടുത്ത് അതിങ്ങനെ നിന്ന് കേട്ടിട്ട് പറഞ്ഞു. അങ്ങനെ ശരിക്കും വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ. സ്വാമിയാക്കി എന്തിനാണോ നീ ഇതിനാണോ അവിടെ വരണം, എടാ ഇതിന് പറഞ്ഞ കേട്ട് നീ അവിടെ വരാതിരിക്കണം, നീ അവിടെ എങ്ങനെ ഇരിക്കും എന്ന് പറയും. ഭയങ്കര ദേഷ്യം പറയും. അല്ല, എന്തിനാണ് നമുക്ക് വേണ്ടിയല്ലേ, നമ്മൾ എന്തായാലും നമ്മൾ മെനക്കെട്ട് ഇതിനു വേണ്ടി വരണം അല്ലേ, മെനക്കെട്ടല്ലേ വരണം. എങ്കിൽ പിന്നെ ഒരു ദിവസം അങ്ങനെ തന്നെ ആവട്ടെ, സദാ ഈശ്വര കാര്യത്തിൽ തന്നെ മുഴുകി നിൽക്കാം. നമ്മൾ വ്രതം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. നമുക്ക് നമ്മുടെ ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കുറവ്. മറ്റവരൊക്കെ ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന എന്തെല്ലാം ചെയ്യണം അല്ലേ. ഹിന്ദുക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവർ കുറച്ച് ഉയർന്നവരാണ്, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതല്ലല്ലോ കാണുന്നത്, വെറും താഴെക്കട ആളുകളുണ്ട്. അപ്പം അവരെ കൂടെ വേണ്ടിയിട്ട് പറയണം, കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആവേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ അല്ലേ. നമുക്ക് സ്ട്രിക്റ്റ് ഇല്ലേ, നമുക്ക് ആരെങ്കിലും വെറുപ്പുണ്ടോ? എല്ലാ ജാതിയും എല്ലാ മതവും അംഗീകരിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഹിന്ദു മതമല്ല ഈ സംസ്കാരം ഇരിക്കുന്നത്. ഈ സംസ്കാരത്തിന് ആരും അന്യരല്ല. പക്ഷെ ഇതിലൊരു മതമുണ്ട്. ഏതാണ് മതം? പക്ഷേ മനുഷ്യജാതി, മനുഷ്യമതം, മനുഷ്യനെന്നുള്ള ഒരു ജാതിയാണ്. അപ്പോൾ ഒരേ ജാതി അതിനിപ്പോൾ ഗുരുദേവനെ പറ്റി പറയുമ്പോൾ അത് വേറെ തരത്തിൽ പോകരുത്. എല്ലാ മഹത്തുക്കളും ഈ ആശയത്തെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അപ്പം അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം അങ്ങനെയുള്ള ഈ അയിത്തം ഇല്ല. ബാക്കി എല്ലാവർക്കും അതൊക്കെ ഉണ്ട്. കാരണം അത് വേണം, പ്രാരംഭത്തിൽ ഇത് വേണം. അല്ലെങ്കിൽ ചിട്ടയില്ല നമ്മളെ പോലെ അവർ എങ്ങനെയെങ്കിലും വന്ന് ഈ പരമമായിരിക്കുന്ന ശ്രുതിയെ കേൾക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്ന വിധത്തിൽ ആയിത്തീരണം. അപ്പം അവരാവണം. അതിനു വേണ്ടിയിട്ടാണ് അത് പ്രാഥമികമായ പഠനങ്ങൾ അതിലുള്ളത്. അതുകൊണ്ട് അതിനെ ആരും നമ്മുടെ ഗുരുക്കന്മാർ പോലും നിന്ദിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. പുതിയ ആളുകൾക്ക് എന്തൊക്കെയാ പറയും, അത് നമ്മുടെ ഒരു അഭിപ്രായ കാഴ്ചപ്പാടിൽ അങ്ങനെ പറയാനേ പാടില്ല. ഓരോന്നിനും അതിൻ്റെതായ മഹത്വം നമ്മളത് അംഗീകരിക്കണം. നമ്മൾ ചിലപ്പോൾ ഒത്തിരി ഉയർന്ന് നിൽക്കണം ആയിക്കോട്ടെ, എന്നാലും അതിന് നിന്ദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒന്നിനും നിന്ദിക്കാൻ പാടില്ല. എല്ലാത്തിനെയും സർവാത്മന സ്വാഗതം ചെയ്തിട്ട് എല്ലാം ഗുഡ് ഗുരുദേവൻ പറഞ്ഞുകൊണ്ടിരിക്കും. കൊള്ളാം ഗംഭീരം. ഇതല്ലാതെ ഒരുത്തരെ നിന്ദിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളോട് നേരത്തെ വഴക്കൊക്കെ പറയാം, അത് വേറെ രൂപത്തിലാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും പുകഴ്ത്തുകയും ബാലസാറിനെയൊക്കെ എന്ത് ഇഷ്ടമെന്ന് അറിയാം. ആ ബാലം വന്നു എന്നുള്ളൊരു സംസാരം കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് പ്രത്യേക പ്രതിപത്തിയാണ്. ചിലരോടൊക്കെ പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഇതിനകത്തിരിക്കും എല്ലാവരും ഉണ്ടായി. ഒരു 10-14-15 പേരോളം ഉണ്ടാവും. ഞങ്ങൾ 4 പേര്, അതിൽ പ്രത്യേകിച്ച് ബാലസാറിന്. ഇപ്പോൾ ബാലസാറിൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്, പാവം പോലെ എല്ലാത്തിൻ്റെ പിറകെ പോയിരിക്കുന്ന ഒരു സ്വഭാവം. പണ്ടേ അങ്ങനെയാണ്, ഇടിച്ചു കയറി വരുന്ന ഒരു പ്രകൃതമല്ല. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ, തിരിച്ചാണ്. കാരണം നമുക്ക് അതിൻ്റെതായ രീതിയിൽ അതിൽ നിൽക്കണമെന്നുള്ള ആ രൂപത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാമി വന്നുടനെ ക്ലാസ്സിന് വേണ്ടിയിരിക്കും. അപ്പോൾ ഭസ്മോ ധൂളിത വിഗ്രഹമൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ബാല എവിടെ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ കാണും പുള്ളി ഇവരുടെയൊക്കെ പുറകെ ഒന്നിരിക്കുകയും, ബാല ഇവരും എണീക്കും പെണ്ണിരിക്കും. അങ്ങനെ സ്വാമിക്ക് കാണുന്ന രൂപത്തിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞ് ചട്ടം കെട്ടി വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ആ വിഘടിക്കും. അതൊരു വിഘടനമുണ്ട് അധികാരികൾക്ക്. അതും സാത്വികന്മാരായിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയേ പറയുള്ളൂ. സ്വാമി പിന്നെ പറയുന്നത്, ഇവിടെ പറഞ്ഞ റിട്ടേൺ അടിക്കുമെന്ന് അറിയാമോ? നമ്മളൊരു വാക്ക് പറഞ്ഞാൽ കേൾക്കുന്ന
ആള് വേറെ തരത്തിലാണ് നിൽക്കണമെങ്കിൽ അത് റിട്ടേൺ അടിക്കും. സ്വാമി പറയും, ഇങ്ങനെ റിട്ടേൺ വരുന്ന രൂപത്തിൽ ആരെയും നോക്കൂല സ്വാമി, ഞങ്ങളൊരു 4 പേരെ മാത്രമേ നോക്കൂ ഉള്ള പറയാം. ചന്ദ്രൻ, എഞ്ചിനീയർ സാറ്, ശശികണ്ണൻ, ബാലസാർ, 4 പേര്. 4 സ്വാമിയുടെ പ്രധാന ശിഷ്യന്മാരാണ് ഞങ്ങൾ 4 പേരും. പേരുമുണ്ട്. എൻ്റെ പേര് ആത്മാരാമാനന്ദൻ, ബാലസാറിൻ്റെ പേര് യോഗാനന്ദൻ, മറ്റേ എഞ്ചിനീയർ സാറിൻ്റെ പേര് കൈവല്യാനന്ദൻ, മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് സ്വരൂപാനന്ദൻ, ശശികണ്ണൻ്റെ പേര് സ്വരൂപാനന്ദൻ. ഇങ്ങനെ 4 പ്രമുഖ ശിഷ്യന്മാരാണ് സ്വാമിക്ക്. ഈ 4 പേർക്കും മഹാവാക്യ ശ്രവണം തന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ മഹാവാക്യ ശ്രവണം വിചാര പദ്ധതിയെല്ലാം പൂർണ്ണമായും കേട്ടവരാണ്. ഒരു കൂട്ടത്തിൽ എല്ലാവരും ഇരുന്നു, പിന്നെ എല്ലാവരും ഒക്കെ വന്നു. അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്നിച്ചാൽ ആശ്രമം എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ട് പോവേണ്ടതാണ്. അത് നടത്തിക്കൊണ്ട് പോകണേ എങ്ങനെയാണ്? ചോറുണ്ടും ഇതൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെ കൂടെ ഇതിൽ കൈപിടിച്ച് നടത്തണം. അതാണ് സ്വാമി ചെയ്തത്. സ്വാമി പറഞ്ഞു, ഇവിടേക്ക് ഇതൊന്നുമില്ല, ഇതും അതൊന്നുമില്ല. വെറും ഒരു ഓലയല്ല, ഒരു ഓടിട്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും ചെതല്. ഇപ്പൊ ഞങ്ങളുടെ പരിപാടി എന്താണ്? ആദ്യം വന്ന ആ ചെതല് തട്ടക്കമാണ്. ചെതല് തട്ടി പിന്നെ ചില അവസരങ്ങളിൽ കരിയോയിലടിക്കും. ഇത് മാത്രമാണ്. ഇങ്ങനെ സ്വാമി ആലോചിച്ചു, ഈ പയ്യന്മാരെല്ലാം ചെതല് തട്ടയും കരിയോയിലടിച്ച് ജന്മം പാഴാവൂലെന്ന് വിചാരിച്ച് സ്വാമി വിചാരിച്ച് എന്നാ ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് കോൺക്രീറ്റ് ആക്കും. അങ്ങനെയാണ് കോൺക്രീറ്റ് ആക്കി. എനിക്ക് അറിയണേ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ സ്വാമി പൂർണ്ണമായി എല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഉള്ളവര് വിചാരിച്ചാൽ എന്ത് സാധിക്കും? 3ാമത് പറഞ്ഞു, ഇവിടെ വലിയ വലിയ ജ്ഞാനികളുണ്ടാവുക. എന്താണ് സ്വാമിയുടെ ആ ഉൾക്കാഴ്ച? സ്വാമി പറഞ്ഞ കാര്യങ്ങൾ അത്രയും സ്വാമി എഴുതി വെച്ചു. ഇതൊക്കെ സ്വാമിയുടെ കൈപ്പടയിൽ എഴുതിയ ബുക്കുകളാണ്. ഇതുപോലെ ഒരു 10-100 ബുക്കുണ്ട്. ഒന്ന് ആലോചിച്ചു, ഞാൻ കൊണ്ട് തരാം കേട്ടോ. എന്തുമാത്രം ആത്മാർത്ഥത! ആ അക്ഷരത്തിൽ പോലും ഇത്രയും ആത്മാർത്ഥത പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഇവര് വയസ്സായൊക്കെ വരുമ്പോൾ ഇവർ കണ്ടെന്നും കാണാതെയൊക്കെ ആവില്ലേ അവന്മാര്. അപ്പൊ പിന്നെ ഇത്തിരി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കണ്ണാടി ഒന്നും വേണ്ട, ഞാൻ കണ്ണാടി ഇല്ലായിരുന്നു വായിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ താരെ ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളെല്ലാം മനസ്സിലാക്കുന്നതോടൊപ്പം ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ തത്വങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായി വരും. അവരെന്തുമാത്രം പറയുന്നു. സ്വാമി പറഞ്ഞ വാക്കിതാണ്, ഇങ്ങനെ ഒരു പൊട്ട ആശ്രമം ഉള്ളത് കൊണ്ടല്ലേ എനിക്കൊരു അനുഭവം ഉണ്ടായതെന്നാണ് സ്വാമി. ഇങ്ങനെ ഒരു പൊട്ടാശ്രമം എന്ന് പറയാൻ കാരണം എന്നറിയാം, ഇപ്പൊ ഇരിക്കുന്ന പോലെ അല്ല അന്നിരുന്നത്. ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പെരയായിട്ടാണ് സ്വാമിയുടെ, ഒരു ചെറിയ ഒരു കൂരയായിട്ടാണ് അവിടെ ഇരുന്നത്. ഏത് പരമേശ്വരൻ സ്വാമിയുടെ സമാധി മന്ദിരം. അതിലൊരു 6 പേർക്ക് ഇരിക്കാം, ഇപ്പുറം അപ്പുറമായിട്ട് 6 പേർക്ക് ഇരിക്കാം. ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് നാമം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ആ പരിവർത്തനം സ്വാമി കൊണ്ടുവന്നു. ആ കെട്ടിടമൊക്കെ സ്വാമി പ്രത്യേകം തീർത്തതാണ്. ഇവിടെ വരുന്നവർക്കല്ല, ബാലസ്ഥാനിൻ്റെതാണ് റൈറ്റിൽ കാണുന്ന ആ പെര ഉണ്ടല്ലോ, ബാലസ്ഥാനിൻ്റെതാണ്. ഞങ്ങൾക്ക് 4 പേർക്കും ഇവിടെ ഇരുന്ന് പഴകാനുള്ള ഓരോ റൂം തന്നിട്ടുണ്ട്. എൻ്റെ റൂമാണ് അത് ആയിരിക്കുന്നത്. എഞ്ചിനീയർ സാറിൻ്റെ റൂമിലാണ് ഇപ്പോൾ കൃഷ്ണപ്രസാദ് കിടക്കുന്നത്. ബാബുവും മറ്റുമൊക്കെ നമ്മുടെ ശശികണ്ണൻ്റെ റൂമിലാണ് ഇങ്ങനെ 4 റൂം. എന്നിട്ട് പറഞ്ഞു, നല്ല ഉത്തമന്മാരായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുറികളിലൂടെ കെട്ടിക്കോ എന്ന് പറഞ്ഞു. അതിന് സ്ഥലമൊക്കെ തന്നു. ഇവിടെയൊക്കെ ചില സ്ഥലങ്ങൾ കാണിച്ചു തന്നു. മാത്രമല്ല, ഇവിടെ പഴകുന്നവർക്ക് ഒടുവിൽ ഇവിടെ ഒന്ന് പഴകി സമാധിയാകുകയാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലവും സ്വാമി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ സ്ഥലം നിർദ്ദേശിച്ചു. അപ്പം ഇതെല്ലാം ഒരു മഹാത്മാവ് എത്ര ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട് പിന്നെ ചെയ്തിരിക്കണമെന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കണം ആളാരാണ്. ഇതാണ് ജ്ഞാനം. ജ്ഞാനികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവർക്ക് ഒരു നിമിഷങ്ങളുടെ ഒരു ചെറിയൊരു കാര്യമല്ല ജ്ഞാനം, ബ്രോഡായിട്ടുള്ള കാഴ്ചപ്പാട്.
വിശാല വീക്ഷണങ്ങളാണ്. അവരുടെ വീക്ഷണത്തില്ലാതെ ഇത് വരുമോ? വരില്ല. നമ്മൾ എത്ര ആരെല്ലാം എന്തെങ്കിലും തലകുത്തി പറഞ്ഞാലും അവരുടെ ചിന്താഗതിയുമായിട്ട് യോജിപ്പുള്ള ഒരു ചിന്താഗതി നമുക്ക് വരില്ല. എന്നാൽ നമ്മൾ പഴയുക. അവർ തന്നെയാണ് മാർഗദർശികൾ. അങ്ങനെയുള്ള ആ മാർഗദർശനത്തിലൂടെ ഒരു പറഞ്ഞ രീതിയിൽ നിന്ന് അണുകട മാറാതെ പിഴ വരും. ഇപ്പം നമുക്ക് അറിവുണ്ട് പോലും ഇല്ല പോലും, നമ്മൾ പഠിച്ചിട്ടുണ്ട് പോലും ഇല്ല പോലും, നമ്മൾ സമ്പത്തുള്ള വലിയ പണക്കാരാണ് പോലും ഇല്ല പോലും. ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഇവിടെ പ്രശ്നം കേവലം ഇതറിയാനുള്ള ജിജ്ഞാസ, ഇത്രമാത്രം. ആർക്കാണോ ഈ ജിജ്ഞാസയുള്ളത് അവർക്ക് ഇതിന് അധികാരത്വം ഉണ്ട്. അധികാരത്വം എന്ന് വെച്ചാൽ ഈ തത്വങ്ങൾ കേൾക്കാനും പഴകാനും എല്ലാത്തിനും അർഹതയുണ്ട്, മറ്റുള്ളവർക്കില്ല. ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അധികാരിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അധികാരിയല്ല. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്കൊരു താല്പര്യമില്ലാതെ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ഒരു വിഷയം അറിയണമെങ്കിൽ അത് അറിയണമെന്നുള്ള ഒരു തൽപരത ആദ്യം വരണം. അത് എങ്ങനെയാണ് തൽപരത? സാധാരണ എല്ലാത്തിൻ്റെയും കൂടെ അങ്ങനെയല്ല, ഒരു ജിജ്ഞാസ എന്ന് തന്നെ പറഞ്ഞു. ജിജ്ഞാസു അധികാരി ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ വാക്കാണ്. ബ്രഹ്മസൂത്രത്തിൽ എങ്ങനെയാണ് ആ സാധകന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഇരിക്കണമെന്നുള്ളതിനാണ് എഴുതി വെച്ചിരിക്കുന്നത്, സൂത്രമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയണം ഈ ജിജ്ഞാസുക്കളാണ്. അങ്ങനെയുള്ള ജിജ്ഞാസുക്കൾ ആര് തന്നെ ആവട്ടെ, അവൻ പറയനാവട്ടെ, പുലയനാവട്ടെ, അവൻ പണക്കാരനാവട്ടെ, പാമരനാവട്ടെ, അവൻ എന്തോ ആവട്ടെ, പക്ഷെ അവൻ ഇതിൽ അധികാരിയാണ്. അവന് വേദം കേൾക്കാനുള്ള അർഹതയുണ്ട്, അവന് വേദം കേൾപ്പിക്കണം എന്നാണ്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരയില്ലാത്തപ്പോൾ ചർച്ച ചെയ്തതുകൊണ്ടാണ് പൊതുവെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ചേച്ചിയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഒരു ചോദ്യം ചോദിച്ചത് ഓർമ്മയുണ്ടോ? മറന്നുപോയി. ചേച്ചി പറഞ്ഞത് ഞാനും മറന്നുപോയി. വേറെ ഒന്നുമില്ല, ചോദിച്ചാലല്ലേ ഓർമ്മ വേണ്ട, അല്ലെങ്കിൽ എനിക്കെന്ത് ഓർമ്മ. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അത്രയല്ല. അപ്പൊ താനും ചോദിച്ചു ഇപ്രാവശ്യം. സമീപകാലത്തായിട്ട് ചേച്ചിയെ നമ്മൾ ഒരുപാട് കുഴപ്പിക്കുന്നത് ശരിയല്ല. ചോദ്യം ചോദിക്കാനുള്ള ഇതാണ്, എങ്ങനെയാണ്, എന്താണ്, എനിക്ക് മനസ്സിലായില്ല, അത് ആ ഭാഗം എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ചോദിച്ചു. അല്ലെങ്കിൽ ആ ഉഷ റെഡിയായി നിൽക്കുകയാണ്. എല്ലാം പറയും, ശരീരത്രയങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സ്വരൂപത്തെ പറ്റിയോ അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എന്താണോ അത് മനസ്സിലാകാതെ ഇരിക്കുന്നത് അതിനെപ്പറ്റി ചോദിക്കണം. സ്വാമി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതാതെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് ചേച്ചി വിചാരിച്ചിരിക്കുന്നത്? ഇത് ഒരു മുറി വായിച്ചിട്ട് കംപ്ലീറ്റ് അടച്ചങ്ങ് വെക്കുക അവിടെ. ഇത് വായിച്ചോണ്ടിരിക്കലല്ല, ഇത് വായിക്കുക, അടച്ചു വെക്കുക, അവിടെ വെക്കും. വെച്ചിട്ട് സ്വാമി 1 മണിക്കൂറോളം ഇരുന്ന് പറയും. ആർക്കും കാല് കഴിക്കില്ല, പരിസരബോധമില്ല, വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്ന് വന്നില്ല, വിശക്കില്ല. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പരിപാടി. ഭയങ്കരമായിരുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു. ഇത് ബ്രഹ്മലോകമായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ. അതിൻ്റെ ഒരു അനുഭൂതിയാണ് ചില സമയങ്ങളിലൊക്കെ ചില സപ്താഹങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അത് അവരുടെ സാന്നിധ്യമാണത്. ചേച്ചി ഇതിൽ വരണമെങ്കിൽ ഇതിൽ ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ വന്നേ പറ്റൂ, അല്ലാതെ പറ്റില്ല. ആ ഇഷ്ടം എന്ന് പറയുന്നത് ഭക്തിയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടി ഇതിൽ ഇങ്ങനെ പഴകി വരുന്നവർക്ക് ആ ഗുരു കൃപയുണ്ടാകും, ആ ഗുരുവിന് അലിവുണ്ടാകും, ആ ഗുരു ഒന്ന് നോക്കും. അത് തന്നെ ജ്ഞാനമായി. മനസ്സിലായി? ഗുരുവിൻ്റെ കടാക്ഷം തന്നെയാണ് ജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ വഴി, പാന്താവ്. ഈശ്വരൻ തന്നെ നമ്മൾ പറയില്ലേ, ഭഗവാനെ മഹാദേവ മഹാദേവ എന്നേ പറയാവൂ കേട്ടോ. ഒരു സങ്കടവും പറയുന്നത് മഹാദേവ. മഹാദേവൻ അറിയാത്ത കാര്യമുണ്ടോ? എന്താണോ മാറ്റിത്തരും. പക്ഷെ മാറ്റിത്തരേണ്ടത് എന്താണ്? ദാരിദ്ര്യമാണ്.
മറ്റു ദുഃഖങ്ങളാണ്. അല്ല, ഈ ഭവസാഗരത്തിൽ നിന്നൊരു മോചനം എനിക്ക് തരാനാണ് പ്രാർത്ഥിക്കാൻ. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. മറ്റേ പ്രാർത്ഥനകളൊക്കെ ബാലിശ്യങ്ങളാണ്. ഭഗവാന് അത് മാറ്റിത്തരാൻ എന്തിരിക്കുന്നൊന്നുമില്ല. അവിടെ അസ്തമിപ്പിച്ചിട്ട് പിന്നെ ഉദിപ്പിച്ചാൽ പോലെ ബാല്യമായില്ല. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ ഇങ്ങനെ യാത്ര പോയപ്പം ഒരു കഥ പറഞ്ഞില്ലേ, അർജുനൻ ഒരു സാധു സ്ത്രീയുടെ അമ്മയുടെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ല ഭഗവാന്, കൃഷ്ണന്. അപ്പോൾ കൃഷ്ണന് അവസാനം പറഞ്ഞു എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു, മോനെ ആടോ പശു എത്ര ഉണ്ടായിരുന്നു, അത് കറന്നുപോയി, ഇനിയിപ്പോൾ വൈകിട്ടേ പറ്റൂ, നിങ്ങൾ കുറച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അവസാനം അവർ പോയി ഇത്തിരി പാല് കറന്നുകൊണ്ട് കാച്ചി കുടിച്ചിട്ട് യാത്രയായി. അവർ പഴയ കണക്ക് യാത്രയായി. അർജുനന്റെ മനസ്സിൽ എന്തിനാണ്, ഇപ്പം ഇവരുടെ സാരിദ്ര്യമൊക്കെ മാറ്റി ഇവരെല്ലാം നല്ല ഗംഭീരമാവുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സഞ്ചരിച്ചു പോവേ. അർജുനൻ ചോദിച്ചു, നമ്മൾ ചെന്നതേ ഒരു സാധു സ്ത്രീയാണ്, എനിക്ക് പണ്ടേ അറിയാം അമ്മയാണ്, അവരെ ഒരു വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഭഗവാൻ പറയണം, ഇപ്പം അവർ ചത്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് പാല് കറക്കുന്നില്ല, അതും ആ പശു ചത്തു. നിങ്ങളെന്ത് വിചാരിച്ചു, ഇതൊരു വിഷമം പിടിച്ചൊരു കാര്യമെന്നാണ് വിചാരിച്ചല്ലേ? നമ്മളെ സാധാരണ ഭൗതിക ദൃഷ്ടിയാണ്. അല്ല, ഒരു ഊർജ്ജ ജന്മം കൊടുത്തിരിക്കുകയാണ് ഭഗവാന്. അത് ചെയ്തതോടുകൂടി ആ ശരീരത്തെ അസ്തമിപ്പിച്ചിട്ട് പുതിയൊരു ശരീരം കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തിന്? ജ്ഞാനമടയുന്നതിന് യോഗ്യമായ ശരീരങ്ങളെ കൊടുക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം. മനസ്സിലായി? നമ്മൾ കണക്കാക്കണ ഒന്നുമല്ല വിഷയക്കാര്യം. പക്ഷെ ഞാനിത് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുന്നില്ല ഗുരുദേവന്റെ അരുള് കൊണ്ടോ ഒരു പ്രത്യേക ഒരു ആദേശം കൊണ്ടുമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാനും നിങ്ങളൊക്കെ പോലെ. പക്ഷെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഭയങ്കരമാണ് ഇതിൽ കിടക്കുന്നത്. ഒരു വല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ആധ്യാത്മികം എന്ന് പറയുന്നത്. ഭൗതികമായിട്ട് ഒരു ബന്ധവുമില്ല, കുലബന്ധമില്ലെന്നാണ് പറയാം. ഇവര് വടക്കെന്ന് പറയുന്ന അത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് പറയും. ഏത്? തെക്കെന്ന് പറയും. അങ്ങനെ എങ്ങനെയാണോ ഈ രൂപത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത്. നമ്മൾ പറയും ആരെയും സഹായിക്കരുതെന്ന് പറയും, ധനമൊത്തിരി ശോഷിച്ചു പോകും. അവർ പറയുന്നു എല്ലാവരെയും സഹായിക്കൂ, ധനമൊക്കെ വർദ്ധിക്കുമെന്ന് പറയും. ഏത് ശരി? നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോകുന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, കൊടുക്കും തോറും ഏറെ, കൊടുത്താൽ കൂടും. ഭൗതികത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആശയം എല്ലാം ജ്ഞാനവിരുദ്ധമായ ആശയങ്ങളാണ്. ഇതിനെയാണ് ഭൗതികം എന്ന് പറഞ്ഞത്. അതാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രൂപത്തിലാണ്. അതുകൊണ്ട് വേദം പറഞ്ഞിരിക്കുന്നതെല്ലാം ഘടകവിരുദ്ധമായിട്ട് തന്നെ ആദ്യം ഒരു അജ്ഞാനിക്ക് തോന്നും. പക്ഷെ ഈ ഘടകവിരുദ്ധമായിട്ട് തോന്നുന്നതിന് കാരണം ഇവരെന്തോ മൂഢതയിലിരുന്ന് പ്രവർത്തിക്കണമുണ്ടാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? സത്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടു പൈസ ഉണ്ടാക്കി നാടന്ന് കുഴഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, പക്ഷെ ഉച്ചയ്ക്ക് എളുപ്പമാണ്, തൊട്ടടുത്താണ് സ്കൂൾ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യം അതല്ല ഉദ്ദേശിക്കുക. പൊതുവെ അലച്ചിരുതാണ് അല്ലേ? പൊതുവെ എന്തിനാണ് നമ്മൾ ഈ അലച്ചിലോടുകൂടി നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമുക്ക്? പറയും സുഖമായിട്ടിരിക്കുക അല്ലേ? അത് കറക്റ്റാണ്. എല്ലാവരും സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ട് സുഖം ഉണ്ടാവട്ടെ എന്നുള്ള വിചാരത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എന്നിട്ട് ആരെങ്കിലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെ വെച്ചാണ് ചിന്ത തുടങ്ങുന്നത്. അവർ പറയുന്നു ഇതെല്ലാം മനസ്സിന്റെ കേവല സങ്കല്പമാണ്. സങ്കല്പത്തിൽ തന്നെ സുഖം, സങ്കല്പത്തിൽ തന്നെ അതിന്റെ പ്രവൃത്തി. കേവല സങ്കല്പം മാത്രം. ദുഃഖമെന്ന് സങ്കല്പിച്ചാൽ ദുഃഖം, സുഖമെന്ന് സങ്കല്പിച്ചാൽ സുഖം. ഈ സുഖവും ദുഃഖവും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അല്ലേ? ഒരു ഉദാഹരണം, ഒരു മോനെ കാണുന്നതാണ് സന്തോഷം എന്ന് ഒരു അമ്മ വിചാരിക്കും. ആ മോൻ അമ്മയെ എന്തെങ്കിലും വഴക്ക് പറയാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ആ മോനെ കാണുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം അപേക്ഷകളാണ്. ഇതൊന്നിലും ഒരു സ്റ്റേണിറ്റി ഇല്ല, ഒരു നിലനിൽപ്പില്ല. ഇങ്ങനെ ഒരു അനിശ്ചിതമായ ഒരു സ്വഭാവത്തിലിരിക്കുന്ന ഈ ലോകത്തെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ്
ഭൗതികമായിട്ടുള്ള അജ്ഞാനമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവർ പറഞ്ഞു ഇതെല്ലാം കേവലം സ്വപ്ന സന്നിഭമാണ്, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഒന്നുമില്ലേ എന്ന് നോക്കിയാൽ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഇതിന് മായയെ പറ്റി പറഞ്ഞ അനിർവചനീയ ഖ്യാതിയിലാണ് ഇത് വിളിച്ചത്. ഇത് ഇല്ലെന്ന് പറയാനും പറ്റൂല. ഇല്ലെന്ന് പറയണമെങ്കിൽ മലടി മകനെ പോലെ ഇല്ലാതിരിക്കണം. ഉണ്ടെന്ന് പറയാനും പറ്റൂല. ഉണ്ടെന്ന് പറയണമെങ്കിൽ ജ്ഞാനം കൊണ്ട് ഇത് നശിക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനൊക്കാത്ത ഒരു അനിർവചനീയ ഖ്യാതി, ഇതിനാണ് മായ എന്ന് പറയുന്നത്. മായയെപ്പറ്റി പറഞ്ഞാൽ നിർവചിക്കാനൊക്കാത്ത ഒരു പ്രകൃതം, ഇതാണ് മായയുടെ. അങ്ങനെ ഒരു അനിർവചനീയ ഖ്യാതിയെ അംഗീകരിച്ചുകൊണ്ട് നമ്മളിത് സത്യം കൽപ്പിക്കുകയാണ്. അവർ പറഞ്ഞു ഇല്ല, ഈ പൂർവ്വജന്മത്തിൽ നീ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, കാണും സ്വാമി. അതെന്ത് കാണും എന്ന് ചോദിക്കുന്നു സ്വാമി. ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ നീ ഇപ്പൊ വന്നത്. ഇനിയും നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഇനിയും വരും. ഇങ്ങനെ നിരന്തരമായി നീ വന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ജീവിതചക്രം. അതുകൊണ്ട് പൂർവ്വജന്മം ഇല്ലെന്ന് നീ പറയാൻ പറ്റില്ല, ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മത്തിൽ നിനക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ? അത് അറിയാൻ പറ്റുന്നില്ല സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി പറയും ഇതാ ആ കിടക്കുന്നുണ്ട്, അത് മൊത്തം നിന്റേതായിരുന്നു. നീ ഒരു രാജാവായിരുന്നു, എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ളൂ. ആ ജന്മം കൊണ്ട് കഴിഞ്ഞല്ല. അതാണ് സ്വപ്ന സന്ദീപം. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ മാത്രം സത്യം അല്ലേ? സ്വപ്നത്തിൽ നടന്നില്ല. ഇതുപോലെ ഇരിക്കുന്നു ഈ ലോകം. ഇതിനെയാണ് സ്വപ്ന സന്ദീപം ജഗം. ഇത് ഒറ്റ വാക്കിൽ അവരൊക്കെ പറഞ്ഞു. ഇതിനെ വിചാരിച്ച് ഉണരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ മായാ കാര്യങ്ങളിൽ സത്യബുദ്ധിയോടുകൂടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? മനസ്സ് വികാരപ്പെടുകയും മനസ്സിന്റെ നിശ്ചലത്വം ഇതിൽ വഞ്ചിച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇതിലുണ്ട്. മനസ്സിന്റെ നിശ്ചലത്വം. ഇവർ പറയുന്ന സമാധി, അത് പറയണില്ലെന്നേ ഉള്ളൂ. സമാധി വിഘ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഈ ലോകസത്യബുദ്ധി. ഒറ്റയടിക്ക് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കി. ലോകസത്യബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വപ്ന സന്ദീപമാണെന്നുള്ളതിനെ വിസ്മരിച്ച് നമ്മളിത് സത്യത്വം കൽപ്പിച്ചുകൊണ്ട് നമ്മളെന്തോ ഇതിൽ കിട്ടുമെന്നോ ഉള്ള പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നിരന്തരം പ്രാണൻ ഇതിൽ പ്രവർത്തിക്കുന്നത്, അതാണ് ജീവിച്ചിരിക്കുന്നവരെ ഇങ്ങനെ തന്നെ ഇരിക്കും. അവസാനം മനസ്സിലാവോ വാസ്തവം തന്നെ സ്വപ്നം അന്ന് പറഞ്ഞതെല്ലാം ശരി തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനു മുമ്പേ തന്നെ നമ്മൾ അതിൻ്റെ വായിൽ ചെന്ന് കയറി കഴിഞ്ഞു. നമ്മൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് താരക്കറിയാം. ഈ സൂക്ഷ്മ ശരീരം മരിക്കുന്നില്ല. സ്ഥൂല ശരീരം പട്ടടയിൽ വെച്ച് കത്തിച്ചു കളയും. ഈ സൂക്ഷ്മ ശരീരം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ശരീരത്തിൽ നിന്ന് അടുത്തായി പ്രാണനായിട്ടാണ് ആ പ്രാണനെ പറയണത്. ഇത് ഒരു കാല് ഇവിടെ വെച്ചുകൊണ്ട് ഒരു കാല് വിടർത്തി മറ്റേ ഇതിൽ വയ്ക്കുന്ന സമയമാണ് നമ്മൾ പറയുന്ന ഒരു വെപ്രാളം, ഒരു പ്രാണവെപ്രാളം എന്ന് പറയും. ഇതാണ് ആ മരണത്തിൽ വരുന്ന ഒരു വെപ്രാളം. ഈ കാലോടെ ഇളക്കി അതിൽ വയ്ക്കുമ്പോൾ അത് തീർന്നു. പിന്നെ അവരെ സംബന്ധിച്ച് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡാണ്, ചെറിയൊരു ഡ്യൂറേഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരത് വിസ്മരിക്കപ്പെട്ടു. ആ വേദനയായിട്ട് അവർക്ക് തോന്നിയില്ല. അവരെ സംബന്ധിച്ച് ഒന്നും സംഭവിച്ചില്ല. അവരെങ്ങനെയാണോ നേരത്തെ ഇരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. സ്ഥൂല ശരീരം നമുക്കാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമുള്ളവർക്ക് ഇത് തോന്നുകയില്ല. അപ്രസക്തമാണ് സ്ഥൂല ശരീരം. സ്ഥൂല ശരീരമായിട്ടിരിക്കുന്ന എന്താണ്? നമ്മൾ ഉണ്ട് തീർത്ത ഗോതമ്പും അരിയും പഞ്ചസാരയും ഒക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ പറയണത് വെറുതെ പറയല്ല, ശാസ്ത്രയുക്തമാണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞു അന്നമയം. ഈ സ്ഥൂല ശരീരത്തിന്റെ വേറൊരു പേരാണ് അന്നമയം. അന്നം കൊണ്ട് വളർന്നു, അന്നത്തിലുണ്ടായി, അന്നം കൊണ്ട് വളർന്നു, അന്നമില്ലാതായ നശിച്ചു പോകുന്നതാണ് സ്ഥൂല ശരീരം. വേറെ പറയൂ. അപ്പൊ കേവല അന്നമാണ് ഈ സ്ഥൂല ശരീരം.
ഈ സ്ഥൂല ശരീരത്തിന്റെ പ്രസക്തി ആധ്യാത്മികത്തിൽ ഇല്ല തന്നെ. പക്ഷെ നമ്മളോ ഈ സ്ഥൂല ശരീരമാണ് ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ശരീര സംബന്ധമായിരിക്കുന്ന ബന്ധങ്ങളിൽ സത്യബുദ്ധിയോടുകൂടി വ്യവഹരിച്ച് നമ്മുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് മനുഷ്യജന്മം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എഴുതി വെച്ചോണ്ട് ഇതൊക്കെ ഇതിനെ നമ്മൾ പാഴാക്കി കളയുന്നു. ഇതിനാണ് അവർ ജാഗ്രത മൂഢമതേ ഗോവിന്ദം ഭജ മൂഢമതേ. ചേച്ചി എല്ലാവരും മൂഢന്മാരെന്ന് നമ്മളെ എത്ര മഹത്തുക്കളാണ് മൂഢന്മാരെന്ന് വിളിച്ചതെന്നറിയാം. ഇത് കേട്ടിട്ട് പോലും ലജ്ജയില്ലാതെ മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ വലിയ വിചിത്രമാണ് കാര്യം ഇതെല്ലാം. ഇത് കേവലം എത്രയേ ഉള്ളൂ, ബുദ്ധിയില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വിവേകമില്ല, ആ ബുദ്ധി ഇതിൽ പ്രവർത്തിക്കുന്നില്ല. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് ശരിയാണല്ലോ കറക്റ്റാണല്ലോ. അതിനാണ് അവർ പറഞ്ഞ ആ ബുദ്ധിയെ ഒന്ന് തെളിച്ച് കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത്. വിചാരമറ്റതിനാല് വിവേകമറ്റതിനാല് ഈ മായ ഏൻ വന്നതെന്നാൽ ബുദ്ധി വിചാരമറ്റതിനാല് ഇതൊക്കെ പറയുന്ന ഇതാണ്. വിവേകിക്കുന്നില്ല. പ്രധാനപ്പെട്ടത് നമ്മൾ മറന്നു കളയും. വേദം പറഞ്ഞു ഇതെല്ലാം മറന്നു കളയാൻ പറഞ്ഞു. ഇതെല്ലാം കഥയില്ലാത്ത, പക്ഷെ വേദത്തെ മറന്നു കളയാൻ പറഞ്ഞില്ല. അപ്പോൾ വേദ ഇതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മറക്കാനല്ല പറഞ്ഞത്, മറ്റു കാര്യങ്ങളൊക്കെ മറന്നു കളയാനാണ് പറഞ്ഞത്. നമ്മൾ ബോധപൂർവം വേദത്തെ മറന്നു കളയും. അപ്പൊ ഈ രൂപത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ നമ്മൾ വെച്ചുകൊണ്ട് ഏകാന്തത്തിൽ ഇതിന് പ്രാധാന്യത്തോടു കൂടി ഇരുന്ന് പഴകുന്ന ആർക്കാവട്ടെ, ആണൊന്നും പെണ്ണൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വേദത്തിന് ആണും ഇല്ല പെണ്ണുമില്ല, കേവല അറിവ് സ്വരൂപങ്ങളാണല്ല. പിന്നെ ഉള്ളത് ബുദ്ധിയുടെ വികാസം. ബുദ്ധിയുടെ വികാസം കുറഞ്ഞിരിക്കണം. നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള അറിവ് കുറവാണ്. നമുക്ക് അതിൻ്റെതായ ഒരു കുറവുണ്ട്. ആ കുറവിനെയാണ് പരിഹരിക്കാൻ വേദം നിൽക്കുന്നത്. വേദം ഓരോന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ബുദ്ധിയുള്ളവർക്ക് വാസ്തവം തന്നെ തോന്നും, അല്ലാത്തവർക്ക് പിന്നെ സംശയങ്ങൾ ഉണ്ടാവും. പോട്ടെ, സംശയം ഉണ്ടായാലും സാരമില്ല, അവർ സംശയം ചോദിക്കട്ടെ. ചോദിച്ചാൽ അത് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുമല്ലോ. സ്വാമി ഇല്ലെന്നാണോ നിങ്ങളെല്ലാം വിചാരിക്കുന്നത്? സൂക്ഷ്മത്തിൽ ഭയങ്കരമായിട്ട് പ്രഭാവത്തിന് നിൽക്കുകയാണ് സ്വാമി. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കുന്നത് ഞാനിവിടെ ഒരു സ്പീക്കർ ആയിക്കോളാം. സ്വാമി ഇതിനകത്ത് സംസാരിച്ചോളാം. സകല മനസ്സിലായ നമുക്ക് നമ്മുടേതായ ഒന്നുമില്ല കേട്ടോ. എല്ലാം ആ ഗുരുക്കന്മാരുടെ കാര്യങ്ങളാണ്. ഇത് മറക്കാതെ വേണം നമ്മളും ഇതിൻ്റെ ഓരോ വാക്യങ്ങളും ഉച്ചരിക്കാൻ. നമ്മുടെ നിന്ന് വന്നാൽ അഹങ്കാരമായി, ഞാൻ വലിയ ബെട ആളായി മാറും. അങ്ങനെ ബെട ആളായിരിക്കുന്നത് തന്നെ ഈ പറയുന്ന അജ്ഞാനം എന്ന് പറയണം. ഇത് മാറി അവരുടെ ദാസഭാവത്തിലേക്ക് വന്ന് സ്വാമിൻ ദാസദാസവും ഈ രൂപത്തിൽ നമ്മൾ ആയിത്തീരണം. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ബുദ്ധിക്കൊന്നും ഇതിനെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവില്ല. ഇതല്ലേ പറയണത്. ആ സമാധിയെ പറ്റി പറഞ്ഞു കൊടുത്തു, സമാധി പഴകാനെ പറഞ്ഞു കൊടുത്തു. അതിനെന്ത് ചെയ്യണം? നീ കാണുന്ന, കേൾക്കുന്ന, മണക്കുന്ന, രുചിക്കുന്നതുമായ ഈ പഞ്ചവിഷയങ്ങളെയും നീ മനസ്സിൽ സ്മരിക്കാതെ നീ കുറച്ചു നേരം ഇരുന്ന് നോക്കുമെന്ന് പറയും. ഇത്രയും പറയാൻ പറ്റുള്ളൂ. അപ്പോ ശബ്ദസ്പർശ രൂപരസഗന്ധ ഇത് തന്നെയാണ് ഈ പറയുന്ന ലോകം. ഈ ലോകത്തെ വിസ്മരിച്ച് കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞു. പറ്റുമോ? പറ്റുമെന്ന് പറ്റാത്ത കാര്യമല്ല, പറ്റും. അതിന് വേണ്ട ഇത്രയാണ്, നമ്മൾ വന്ന കാര്യം, ലക്ഷ്യം ഇതാണെന്ന് ഓർമ്മിക്കണം. വാസ്തവത്തിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്തു തീർക്കാനില്ല. നമ്മൾ വന്നത് ആ കർമ്മം അനുഭവിക്കാനായിട്ട്. ഈ പ്രാരബ്ധ ശരീരം ഭഗവാൻ തന്നാണ്. ഈ ശരീരം ഇതാണ് തന്നിരിക്കുന്നത്. ഭഗവാനാണ് പഞ്ചഭൂതമയമായിട്ട് ഈ ശരീരത്തെ തന്ന. പറഞ്ഞില്ല, ഭൂതനാഥനാണ് ഈ ഭഗവാൻ, ഭൂതങ്ങളുടെ നാഥനാണ്. അതേ നമുക്ക് ഈ കർമ്മത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്തതാണ്. ഇതിനാണ് ഈ ജനനമരണ സംസാരത്തിൽ നിന്ന് ആ ജീവനെ കരകയറ്റണം. അതിനെന്ത് ചെയ്യാൻ ചേച്ചി? എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ ഒരു കാര്യം കൊണ്ടും ഇത് കരകയറയില്ല. വേദം ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളെ, അതിൻ്റെ താല്പര്യങ്ങളെ
ധരിക്കുകയും അതുവഴി നമ്മളെ തന്നിൽ ഉദാഹരിച്ച് ജീവിതം നടത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ അശക്തരാണ്. അവിടെയാണ് ഗുരുവിൻ്റെ കാര്യം. ഗുരു എന്ത് ചെയ്യും? യവന് പറ്റാത്ത സ്ഥലത്ത് ആ ഗുരു അനുഗ്രഹിക്കും. കാക്ക മുട്ടയെടുത്ത കഥ ഇതൊക്കെ ഭവിഷ്യത്തിലെ കഥ. നമ്മൾ അതിൽ നിരന്തരമായി പരിശ്രമം ഇതിൽ തുടർന്നുകൊണ്ടിരുന്നാൽ, ആത്മാർത്ഥമാണെങ്കിൽ ആ കാക്കയ്ക്ക് മുട്ടയെടുത്ത് കൊടുത്തതുപോലെ ഈ മഹത്തുക്കൾ, അതാ ഗുരുക്കന്മാർ വന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. അത് പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ പ്രയാസമാണ്, എന്ന വാസ്തവമാണ്. അതാണ് സ്വപ്നത്തിലാണ് അവർ ഉപദേശിക്കുന്നതെന്ന് പറയണം. ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് എവിടെയാണ്? സ്വപ്നത്തിലാണ്. അപ്പം നമ്മൾ ജാഗ്രതത്തിൽ നമ്മൾ പഴകിയ വാസനകളുടെ ശക്തി പോലെയാണ് സ്വപ്നം ഇരിക്കുന്നത്. ഇനി ജാഗ്രതത്തിൽ നമ്മൾ ഈ രൂപത്തിൽ സനാതന സംസ്കാരത്തിൽ പഴകി വന്നാൽ സ്വപ്നത്തിൽ ഈ രൂപം വരും. അവിടെ ഗുരു അനുഗ്രഹിക്കും. അവിടെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജാഗ്രത നമുക്ക് പഴകാനുള്ള ഒരു അവസരം മാത്രമാണ്. ഈശ്വരൻ ഇതാണ് തന്നിരിക്കുന്നത്. നീ വേദങ്ങൾ മനസ്സിലാക്കി നീ ജാഗ്രതത്തിൽ ആ രൂപത്തിലൊക്കെ നീ ചിന്തന ചെയ്ത് ഇരുന്ന് നോക്കും. ഇതിങ്ങനെ നിരന്തരമാവുമ്പോൾ ഇതൊരു സ്വഭാവമായിട്ട് നിന്റെ സ്വപ്നത്തിൽ പ്രതിഫലിക്കാൻ ആരംഭിക്കും. അതില്ലേ, ഇത് 3 അവസ്ഥയിലും പ്രതിഫലിക്കും. ജാഗ്രത മാത്രം പോരാ, ജാഗ്രതത്തിൽ ഒരു 1/4 ആവുന്നുള്ളൂ. ഇത് സ്വപ്നത്തിലും ഇതുപോലെ. അതാണ് പറഞ്ഞത്, സ്വപ്നത്തിൽ എല്ലാ കാലത്തും വരണം. ഇത് ഒരു കാലത്ത് മാത്രമുള്ള കാര്യമല്ല. ഇവിടെ പഴകുന്നതിന്റെ ശക്തി കൊണ്ടാണ് സ്വപ്നത്തിൽ ഇത് പ്രതിഫലിക്കാൻ പോണത്. അതുകൊണ്ടാണ് ജാഗ്രതത്തിന് ഇത്ര പ്രാധാന്യം. പകൽ ചെയ്യും ഊഴിയൻ നിശയ്ക്കുണ്ടോ? പകൽ ചെയ്യാന്ന് വെച്ചാൽ, പകലെന്ന് വെച്ചാൽ ഈ ജാഗ്രം കാലത്തുള്ള നേട്ടങ്ങള് നിശയെന്ന് പറഞ്ഞാൽ ഉറക്കത്തിലുണ്ടോ? ബോധം കെട്ടിടന്ന് ഉറങ്ങുന്ന സുഷുപ്തിയിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ആ സുഷുപ്തിയിൽ നിന്ന് ഈശ്വരൻ ഉണർത്തിയിരിക്കുന്നത്. ആ ഭൂതങ്ങളെയാണ് കൊടുത്തത്. ആകാശാദി പഞ്ചഭൂതങ്ങളെയാണ്, തന്മാത്രകളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അല്ലേ? മനസ്സിലാക്കണം ചേച്ചി. ക്രമമായിട്ട് മനസ്സിലാക്കിയ ഭയങ്കര സ്റ്റോറി തന്നെയാണിത്. ഭഗവാൻ ആ വിക്ഷേപശക്തി നോക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ സൃഷ്ടി ഉണ്ടാവുന്നത്. എങ്ങനെ സൃഷ്ടി ഉണ്ടായി? ആ വിക്ഷേപത്തിൽ നിന്ന് ആകാശാദി പഞ്ചതന്മാത്രകൾ ആദ്യം ഉണ്ടായി. പഞ്ചതന്മാത്രകളാണ് ഉണ്ടായത്. ഈ പഞ്ചതന്മാത്രകൾ എന്ന് വെച്ചാൽ സൂക്ഷ്മഭൂതങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആകാശം സൂക്ഷ്മമായ ആകാശം. നമ്മളിപ്പോൾ ചിമ്മസ്വാമി പറയുന്ന ഒരു കാര്യം, ഒരു ആനയെ കണ്ടു എന്നൊരാൾ പറയും സ്വപ്നത്തിൽ. അപ്പം അവിടെ ആദ്യം സൃഷ്ടിച്ചത് ഏതാണ്? ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലമല്ലേ? അതാണ് ആകാശം. അപ്പോൾ ആദ്യം ആ സൂക്ഷ്മാകാശത്തെ അവിടെ സൃഷ്ടിച്ചു. അതിലാണ് ഈ ആനയെ കണ്ടത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന തന്മാത്രകളെ പഞ്ചീകരിച്ചു. പിന്നീട് പഞ്ചീകരിച്ചാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായത്. അണ്ടകടാഹങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനെ പഞ്ചീകരിച്ചതാണ്. അതാണ് സ്ഥൂലമായിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ആ പഞ്ച തന്മാത്രകൾ പഞ്ചീകരിച്ച് നിൽക്കുന്നതാണ് ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? വിക്ഷേപശക്തിയിലിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചലനപ്രകൃതം ഇതിനെല്ലാം ഉണ്ട്. ഈ ഭൂതങ്ങൾക്കെല്ലാം ഉണ്ട്. ചലിച്ചുകൊണ്ട് തന്നെ നിൽക്കും. എപ്പോഴും ചലിച്ചുകൊണ്ടേ നിൽക്കും. ചലനം ചലനം നമ്മളെ വയലാർ പാടിയൊരു പാട്ട് ഓർമ്മ ചലിക്കുന്നതാണ്. ഒരു ചലന സ്വഭാവമാണ്. ഈ ഭൂമി ചുമ്മാ നിൽക്കുന്നതാണോ പറയുന്നത്? അത് 2 രൂപത്തിലാണ്. അത് അച്ചുകൊണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നുണ്ട്, വേറെ ഇതിനെ പ്രദർശനം ചെയ്യുന്നുണ്ട്. 2-3 ചലനങ്ങൾ അതിനുണ്ട്. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന ഭൂമിയിലിരിക്കുന്ന നമ്മൾ ചലിക്കാതാണ് ഇരിക്കുന്ന. പക്ഷെ അതൊന്ന് ബ്രേക്ക് ഇട്ടാൽ നമ്മൾ ഇവിടുന്ന് തെറിച്ച് പോയി അങ്ങ് അപ്പുറം എത്രയോ ദൂരം പോയി വീഴും. ആ ബ്രേക്ക് ഇട്ടാലേ നമ്മൾ ചലിച്ചുകൊണ്ട് അതിൻ്റെ ഇതിൽ കൂടെ അതേ ഫ്രീക്വൻസിയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചലനം അറിയാത്തത്. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവമാണ് മൊത്തത്തിലുള്ളത്. ഇവിടെ അവർ പറയുന്നു, ഈ ചലനത്തെ നിരാകരിക്കണമെങ്കിൽ, ഈ സമാധിയെ അനുഭവിക്കണമെങ്കിൽ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ നിലനിർത്തണം. മനസ്സിലായോ? അങ്ങനെ വിളർത്തി വന്നാൽ ആ നിശ്ചലമായിരിക്കുന്ന ഒരു തത്വം ഇതിൽ പ്രകാശിക്കാൻ ആരംഭിക്കും. അത് തന്നെ സമാധി.
അത് തന്നെയാണ് തൻ്റെ സ്വരൂപത്തിനെ അറിയിക്കുന്ന സമാധി. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതുമല്ല. അപ്പോൾ താരൊക്കെ ഇനി പ്രിപ്പയർ ചെയ്ത് വരണം ചോദ്യമായിട്ട്. എല്ലാവർക്കും ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഉഷയും ചോദിക്കണം. ഉഷ നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്. എനിക്കതറിയാമോ? എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഒന്നും പറയാനൊന്നും വേണ്ട, ഒരാളിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നമുക്കറിയാം. പലതും അറിയാം. ഓരോരുത്തരെ പറ്റി ആരും പറയണ്ട, നമുക്ക് തന്നെ അറിയാം. അതാണ് ഇതിനകത്തുള്ള ഒരു എന്താ പറയും, ഒരു ഒരു ഇൻഡ്യൂഷൻ. അത് എല്ലാവരും, ഷീലയും മോശമല്ല, താരയും അങ്ങനെ തന്നെ, എല്ലാവരും നല്ല ആൾക്കാരാണ്. കാരണം സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവരായിട്ടാണ് ഞാൻ വിലയിരുത്തണം. കാര്യം അതിൽ വന്നിരിക്കാൻ തോന്നുന്നില്ലേ? ഞാനും ആരോ ആവട്ടെ, എന്നെപ്പറ്റി ആ ഒരു വിലയും അപ്പോൾ കൽപ്പിക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീക്കർ ഇതിൽ കൂടെയാണ് ആ സൗണ്ട് പറഞ്ഞത്. ദേവാദേവ സർവജ്ഞ നമസ്കാരം എന്നുള്ള ജോഗുരു സന്നിധോ ശരീരം